നമസ്കാര സുഹൃത്തുക്കളെ, വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ വണ്ടി പതുക്കെയാണ് പോകുന്നത്, കാരണം കയറ്റമായതുകൊണ്ട് നമുക്ക് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഈ മലമുകളിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് മല കാണാൻ പറ്റും. ഈ ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ പാറയുടെ മുകളിലെല്ലാം ഇവിടെ കൃഷിയുണ്ട് കേട്ടോ. ഈ ഭാഗത്തെല്ലാം പാറയാണ്. ഈ കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ ഈ മണ്ണിൻ്റെ ഒരു സാന്നിധ്യമുള്ള ഭാഗങ്ങളാണ്. ഇവിടെ എല്ലാം ഈ റബ്ബറും കാപ്പിയും വാഴയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ടൈൽസ് കണ്ടോ. ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് നമ്മുടെ ഇൻ്റർലോക്കാണ് ഇട്ടേക്കുന്നുണ്ടോ. ഇവിടെ അതിമനോഹരമായ ഒരു വ്യൂ കൊണ്ട് കാണിക്കാമേ. കണ്ടോ, ഇത് കണ്ടോ, അടിപൊളി ഒരു വ്യൂ അല്ലേ. ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ദുർഗാദേവിയും ശാസ്താവൂടെ ചേർന്ന ഒരു അമ്പലം കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം കാണുന്നത്. മറ്റേ മലമുകളിലെ അമ്പലങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലദൈവങ്ങളായിരിക്കും. ഒന്നിലെ ശിവൻ്റെ ക്ഷേത്രം അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും. അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ എന്നാലും ദുർഗാദേവിയും ശാസ്താവോടെ ഇരിക്കുന്ന ഒരു ക്ഷേത്രം ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റെവിടെയെങ്കിലും ഇതുപോലെ അമ്പലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപൂർവമായി തുറക്കുന്ന ഒരു അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രത്യേകം പൂജിക്കുന്നത് മാത്രം ഇവിടെ തുറക്കാറുള്ളെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഇവിടെ റൈഡേഴ്സ് വരുന്നുണ്ടോ. ഇവർ ടീമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേരുണ്ടോ കണ്ടോ. ഇവർ നേരത്തെ വന്ന് മല ഇറങ്ങിപ്പോയതാണ്. ഇതേ ഇവിടെ അടിപൊളി മനോഹരമായ വ്യൂ ഉണ്ട് കേട്ടോ. തെളിഞ്ഞ പ്രദേശം, അടിപൊളി. ഇവിടെ നിരപ്പായ സ്ഥലം കണ്ടോ. അടിപൊളി വ്യൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടു വ്യൂ കാണാം കേട്ടോ. ഓക്കെ, നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. അവിടെ ചോദിച്ചപ്പോൾ